വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.3 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അതിലെ 8ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ എ പ്ലസ് കൊസീക് എ ദി ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എ പ്ലസ് സീക് എ ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു 7 പ്ലസ് ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ. അതായത് ഈ ഒരു LHSനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഈ ഒരു RHS ആയിട്ട് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് LHS എടുത്ത് എഴുതാം. LHS ഈസിക്കൽ ടു എന്താണ്? സൈൻ എ പ്ലസ് കൊസീക് എ ദി ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എ പ്ലസ് സീക് എ ദി ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കൂ, ഇതൊരു വേരിയബിൾ അതിന്റെ സ്ക്വയർ കൊടുത്തിട്ടുണ്ട് അല്ലെ, നടുക്കൊരു പ്ലസ് ഉണ്ട്. അപ്പൊ ഇതെന്ത് ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫോർമുല, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. ഇതിന്റെ ആൻസർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയും ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ഫോമിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാം. അപ്പൊ എയുടെ സ്ഥാനത്ത് ആരാണ്? സൈൻ എ. ബിയുടെ സ്ഥാനത്ത് കൊസീക് എ. അപ്പൊ ആദ്യം എന്ത് എഴുതണം? എ സ്ക്വയർ. എ ആരാണ്? സൈൻ എ. അപ്പൊ സൈൻ സ്ക്വയർ എ. ഓക്കെ, പിന്നെ എന്തുണ്ട്? പ്ലസ്. അത് കഴിഞ്ഞ് 2a ഇൻറ്റു ബി. 2 ഇൻറ്റു എ. എ ആരാണ്? സൈൻ എ. സൈൻ എ ഇൻറ്റു ബി. ബി ആരാണ്? കൊസീക് എ. പിന്നെ എന്തുണ്ട്? പ്ലസ് ഉണ്ട് അല്ലെ. പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരാണ്? ബി ആരാണ്? കൊസീക് എ. അപ്പൊ കൊസീക് എയുടെ സ്ക്വയർ എങ്ങനെ എഴുതും? കൊസീക് സ്ക്വയർ എ. ഓക്കെ, അപ്പൊ ഈ സൈൻ എ പ്ലസ് കൊസീക് എയുടെ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് നമ്മൾ എഴുതിയത്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ എഴുതി. ഇനി ഇവിടെ വരൂ, ഇവിടെയും എന്താണ്? കോസ് എ പ്ലസ് സീക് എ ദി ഹോൾ സ്ക്വയർ. ഇതും എങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതും ഇതേ ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യാം. ഇവിടുത്തെ എ ആരാണ്? കോസ് എയും ബി വന്നിട്ട് സീക് എയും ആണ്. ആദ്യം എന്ത് എഴുതണം? എ സ്ക്വയർ. ഇവർക്കിടയിൽ ഇവിടെ എന്തുണ്ട്? പ്ലസ് ഉണ്ടല്ലേ. അപ്പൊ ഞാൻ ഇവിടെ പ്ലസ് ഇടുകയാണ്. ഇതിന്റെ എക്സ്പാൻഷൻ ആണ് എഴുതിയത്, പിന്നെ ഈ പ്ലസ് എടുത്ത് എഴുതി. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. എ സ്ക്വയർ എഴുതണം. എയുടെ സ്ഥാനത്ത് ആരാണ്? കോസ്. അപ്പൊ എ സ്ക്വയർ എങ്ങനെ എഴുതണം? കോസ് സ്ക്വയർ എ. പിന്നെ എന്തുണ്ട്? പ്ലസ് 2ab. 2 ഇൻറ്റു എ. എ ആരാണ്? കോസ് എ. ഇൻറ്റു ബി ആരാണ്? സീക് എ. പിന്നെന്തുണ്ട്? പ്ലസ് ഉണ്ട്. പിന്നെ ബി സ്ക്വയർ. ബിയുടെ സ്ഥാനത്ത് ആരാണ്? സീക് എ. അപ്പൊ സീക് സ്ക്വയർ എ എന്ന് എഴുതണം. ബി സ്ക്വയർ ഉള്ളതുകൊണ്ട് സീക് എ എങ്ങനെ മാറും? സി സ്ക്വയർ എ എന്ന് മാറും. ഈസിക്കൽ ടു സൈൻ സ്ക്വയർ എ പ്ലസ് 2 സൈൻ എ കൊസീക് എ. അപ്പൊ 2 ഇൻറ്റു സൈൻ എ എങ്ങനെ എഴുതും? 2 സൈൻ എ ഇൻറ്റു കൊസീക് എ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊസീക് എ എന്ന് പറയുന്നത് സൈനിന്റെ ഓപ്പോസിറ്റ് ആണ്. സൈൻ റേഷ്യോയുടെ ഓപ്പോസിറ്റ് ആണ് കൊസീക് റേഷ്യോ. അപ്പൊ കൊസീക് എ എന്ന് പറയുന്നത് എങ്ങനെ എഴുതണം? 1 സൈൻ എ. അപ്പൊ ഇവിടെ എന്തുണ്ട്? കൊസീക് എ ഉണ്ട്. അപ്പൊ 2 സൈൻ എ ഞാൻ എഴുതി. ഇനി ഈ കൊസീക് എ എഴുതണം. ഈ കൊസീക് എയുടെ വാല്യൂ എന്താണ്? 1 സൈൻ എ ആണ്. അത് ഞാൻ ഇവിടെ എടുത്ത് ഇടുകയാണ്. 1 സൈൻ എ. ഈ കൊസീക് എക്ക് പകരം 1 സൈൻ എ എഴുതി. ഇനി പ്ലസ് കൊസി സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ പ്ലസ് 2 ഇൻറ്റു കോസ് എ. അപ്പൊ 2 കോസ് എ എന്ന് കിട്ടും. ഇൻറ്റു സീക് എ. സീക് എയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീക് എന്ന് പറയുന്നത് കോസിന്റെ റേഷ്യോയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ സീക് എ എങ്ങനെ എഴുതാം? 1 കോസ് എ. 1 കോസ് എ ആണ് സീക് എ. ഇവിടുത്തെ സീക് എക്ക് എന്ത് കൊടുക്കണം? 1 കോസ് കൊടുക്കണം. അപ്പൊ ഞാൻ 2 ഇൻറ്റു കോസ് എ എഴുതി. ഇൻറ്റു സീക് എക്ക് വരെ 1 കോസ് എ എന്ന് എഴുതി. ഇനി എന്തുണ്ട്? പ്ലസ് സി സ്ക്വയർ എ. ഓക്കെ, ഈസിക്കൽ ടു
ഞാൻ ഇവിടുത്തെ സൈൻ സ്ക്വയർ എഴുതി, സൈൻ സ്ക്വയർ എ. പിന്നെ ഈ ഒരു സെക്ഷനിൽ എന്തുണ്ട്, ഇതാ ഇവിടെ ഒരു കോസ് സ്ക്വയർ എ ഉണ്ട് അല്ലെ. ഈ സൈൻ സ്ക്വയർ എ എഴുതി പ്ലസ് ഈ കോസ് സ്ക്വയർ എ ഞാൻ ഇവിടെ എഴുതിയാണ്, കോസ് സ്ക്വയർ എ എഴുതി പ്ലസ് ഇനി എന്തുണ്ട് 2 സൈൻ എ ഇൻറ്റു 1 സൈൻ, അതായത് ന്യൂമറേറ്ററിലും സൈന് ഡിനോമിനേറ്റർ സൈന്, മുകളിലും താഴെയും സൈനേ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കട്ടാവും. പിന്നെ ആരുണ്ട് 2 ഇൻറ്റു 1, 2 ഇൻറ്റു 1 എന്താണ് 2, പിന്നെ പ്ലസ് കൊസി സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി, അതിന് എഴുതണ്ട, ഇനി ഇവിടെ വരാം. പ്ലസ് 2 ഇൻറ്റു കോസ് എ ഇൻറ്റു 1 കോസ് എ. ഇവിടെ എന്തുണ്ട്, ന്യൂമറേറ്ററിൽ കോസ് എ ഉണ്ട്, ഡിനോമിനേറ്ററിലും കോസ് എ ഉണ്ട്, മുകളിലും താഴെയും കോസ് എ ഉണ്ട്. അപ്പൊ അത് രണ്ടും കട്ടാവും. ഇനി എന്തുണ്ട് 2 ഇൻറ്റു 1, 2 ഇൻറ്റു 1 എന്താണ് 2. ഇനി എന്തുണ്ട് പ്ലസ് 6 സ്ക്വയർ എ. ഓക്കെ, ഇസിക്കൽ ടു സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഐഡന്റിറ്റി, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 ആണ്. സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എയും തമ്മിൽ ആഡ് ചെയ്ത ആൻസർ എത്രയാണ്, 1 ആണ്. അപ്പൊ ഇവിടെ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഉണ്ട്. അപ്പൊ അതിന് ആൻസർ എത്രയാണ്, 1 പ്ലസ് ഈ 2 പ്ലസ് ഈ 2, ഈ 2 ഞാൻ എടുത്തെഴുതി. ഇനി എന്തുണ്ട് കൊസീക് സ്ക്വയർ എ. നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു ഐഡന്റിറ്റി ആണ് കൊസീക് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണ്. കൊസീക് സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്, 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണ്. ആ ഐഡന്റിറ്റി എടുത്ത് നമുക്ക് ഇവിടെ എഴുതാം, 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. ഈ കൊസീക് സ്ക്വയർ എക്ക് പകരം 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എഴുതി. എന്തുകൊണ്ട് ഇതിന്റെ ഈ ഒരു ഐഡന്റിറ്റി എടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷനിൽ, അതായത് ഇതിന്റെ സൊല്യൂഷൻ ആവുന്ന ഇതില് കോട്ട് സ്ക്വയർ എ ഉണ്ട്. അപ്പൊ ഈ കോട്ട് സ്ക്വയർ എ കൊണ്ടുവരാനാണ് നമ്മൾ കൊസീക് സ്ക്വയർ എയുടെ ഈ ഐഡന്റിറ്റി എടുത്തത്. കൊസീക് സ്ക്വയർ എയുടെ മറ്റൊരു ഐഡന്റിറ്റി ആണ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് പറയുന്നത്. ആ ഐഡന്റിറ്റി എടുക്കാനുള്ള കാരണം നമ്മുടെ സൊല്യൂഷനിൽ കോട്ട് സ്ക്വയർ എ ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ്, അപ്പൊ ഈ കൊസീക് സ്ക്വയർ എക്ക് പകരം ഞാൻ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എഴുതി. ഇനി എന്തുണ്ട്, ഈ 2 ഞാൻ നേരത്തെ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി സീക് സ്ക്വയർ എ ആണ് എഴുതേണ്ടത്. സീക് സ്ക്വയർ എ, സി സ്ക്വയർ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ്. സി സ്ക്വയർ എയുടെ ഐഡന്റിറ്റി ആണ് 1 പ്ലസ് ടാൻ സ്ക്വയർ എ. ഈ ഒരു ഐഡന്റിറ്റി എടുക്കാനുള്ള കാരണം നമുക്ക് ഇവിടെ എന്തുണ്ട്, ടാൻ സ്ക്വയർ എ ഉണ്ട് അല്ലെ. ഇതിന്റെ സൊല്യൂഷനിൽ ടാൻ സ്ക്വയർ എ ഉണ്ട്. സോ ടാൻ സ്ക്വയർ എ കൊണ്ടുവരാൻ, സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സി സ്ക്വയർ എയുടെ ഈ ഒരു ഐഡന്റിറ്റി എടുത്തു. സി സ്ക്വയർ എ ഇസിക്കൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എ. അപ്പൊ ഞാൻ ഈ സി സ്ക്വയർ എയുടെ അവിടെ ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ എഴുതാൻ പോയാണ്, 1 പ്ലസ് ടാൻ സ്ക്വയർ എ. ഓക്കെ, ഒന്നുകൂടെ പറയാം, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതി, 1 എഴുതി. പിന്നെ ഈ 2 എഴുതി. അത് കഴിഞ്ഞതാ ഈ ഒരു 2 എടുത്ത് ഇവിടെ എഴുതി. പ്ലസ് കൊസി സ്ക്വയർ എയുടെ മറ്റൊരു ഐഡന്റിറ്റി ആണ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ, അതെടുത്ത് എഴുതി. നെക്സ്റ്റ് സി സ്ക്വയർ എ ആണ്. സി സ്ക്വയർ എയുടെ മറ്റൊരു ഐഡന്റിറ്റി ആണ് 1 പ്ലസ് ടാൻ സ്ക്വയർ എ, അതെടുത്ത് എഴുതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 1 പ്ലസ് 2 3, 3 പ്ലസ് 2 5, 5 പ്ലസ് 1 6, 6 പ്ലസ് 1 7. ഇവിടെ എത്ര കിട്ടി, 7 കിട്ടി. നെക്സ്റ്റ് എന്തിനാണ്, ടാൻ സ്ക്വയർ എ അല്ലെ, പ്ലസ് ടാൻ സ്ക്വയർ എ. പിന്നെ എന്തുണ്ട്, പ്ലസ് കോട്ട് സ്ക്വയർ എ ഉണ്ട് അല്ലെ, കോട്ട് സ്ക്വയർ. അപ്പൊ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്തു, പ്ലസ് ടാൻ സ്ക്വയർ എ എഴുതി, പ്ലസ് കോട്ട് സ്ക്വയർ എ എഴുതി. അത് തന്നെയാണ് നമ്മുടെ ഇക്വേഷനിൽ പറയുന്നത് അല്ലെ. ഈ ഒരു ഇതിന്റെ സൊല്യൂഷൻ പറയുന്നത് 7 പ്ലസ് ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ. അത് തന്നെ നമുക്ക് ഫൈനലി കിട്ടുകയും ചെയ്തു, വിച്ച് ഈസ് RHS. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ, ഈസിയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ നോക്കുക. സൊല്യൂഷനിൽ ടാൻ സ്ക്വയർ എയും കോട്ട് സ്ക്വയർ എ ആണെന്നുള്ളത്, അതൊന്നും ഇതിലില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാം ഒരു എക്സ്പാൻഷൻ ഫോമിലേക്ക് കൊണ്ടുവരണം. അതായത് ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷൻ എടുത്തിട്ട് അതുപോലെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. വീണ്ടും ഇതും എന്ത് തന്നെയാണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്, അതിനെ അതുപോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. അതിനുശേഷം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റികൾ ഇതിലുണ്ടോ എന്ന് നോക്കുക. സൈൻ സ്ക്വയർ എ ഉണ്ട്, ഇവിടെ ഒരു കോസ് സ്ക്വയർ എ ഉണ്ട്, സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എ ഉണ്ട്. അപ്പൊ സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എയും കൂടെ ആഡ് ചെയ്താൽ 1 കിട്ടും. അപ്പൊ ആ ഐഡന്റിറ്റി എടുക്കുക. പിന്നെ കൊസീക് എയുടെ മറ്റൊരു ഐഡന്റിറ്റി ആണ് 1 ബൈ സൈൻ എയും, സീക് എയുടേത് 1 ബൈ കോസ് എയും. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈൻ എല്ലാം കട്ടായി പോകും, ഈ സൈനയും ഈ സൈനയെല്ലാം
കട്ടായി പോകും, പിന്നെ 2 മാത്രമേ കാണുള്ളൂ, അതെടുക്കാം. അതിനുശേഷം എന്താണ് നമ്മുടെ ഇക്വേഷൻ സിംപ്ലിഫിക്കേഷനിൽ പറയുന്നത് ടാൻ സ്ക്വയർ എയും കോട്ട് സ്ക്വയർ എയും ആണ്. അപ്പൊ ടാൻ സ്ക്വയർ എയും കോട്ട് സ്ക്വയർ എയും ഉള്ളത് കൊസി സ്ക്വയർ എയിൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഉണ്ട്, സി സ്ക്വയർ എയിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഉണ്ട്. അപ്പൊ അതെടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു വരുമ്പോൾ ഫൈനലി നമുക്ക് ഇതിൽ പറയുന്ന സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കും. അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ 9th സബ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 4th-ലെ 9th സബ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? കൊസീക്ക് എ മൈനസ് സൈൻ എ ഇൻറ്റു സീക്ക് എ മൈനസ് കോസ് എ ഈസിക്കൽ ടു 1/tan a പ്ലസ് കോട്ട് എ. ഇതാണ് ക്വസ്റ്റ്യൻ. ഹിന്റ് എന്താണ് പറയുന്നത്? സിംപ്ലിഫൈ LHS ആൻഡ് RHS സെപ്പറേറ്റ്ലി. അതായത് ഈ ഒരു പോർഷനാണ് നമ്മൾ LHS എന്ന് പറയുന്നത്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഈക്വൽ ടുവിന്റെ അപ്പുറത്തുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡ് RHS എന്ന് പറയും. അപ്പൊ ഈ LHS-നെയും RHS-നെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് സൊല്യൂഷൻ കാണണം. ആ രണ്ട് സൊല്യൂഷന് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണം. അപ്പം നമുക്ക് ആദ്യം എഴുതാം, LHS-ഉം RHS-ഉം എടുത്ത് എഴുതാം. LHS RHS. ഓക്കെ, LHS എന്താണ് എഴുതേണ്ടത്? കൊസീക്ക് എ മൈനസ് സൈൻ എ ഇൻറ്റു സീക്ക് എ മൈനസ് കോസ് എ. ഇപ്പൊ ഈ ഒരു LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള രീതി. ഇനി അടുത്തുനിന്ന് RHS റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് എഴുതാം. 1/tan a പ്ലസ് കോട്ട് എ, tan a പ്ലസ് കോട്ട് എ. ഓക്കെ, നമുക്ക് ആദ്യം LHS ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാം കൊസീക്ക് എ എന്ന് പറയുന്നത്, കൊസീക്ക് എ എന്ന് പറയുന്നത് എന്താണ്? സൈനിന്റെ ഓപ്പോസിറ്റ് ആണ് കൊസീക്ക്. അപ്പൊ 1/sin a ആണ് കൊസീക്ക് എ. അതുപോലെ സീക്ക് എ, സീക്ക് എയുടെ വാല്യൂ എന്ന് പറയുന്നത്, സീക്ക് എ എന്ന് പറയുന്നത് കോസിന്റെ ഓപ്പോസിറ്റ് ആണ്, അതായത് 1/cos a ആണ് സീക്ക് എ. അപ്പൊ നമുക്ക് കൊസീക്ക് എയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? 1/sin a എഴുതാം. സീക്ക് എയുടെ അവിടെ 1/cos a എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ കൊസീക്ക് എക്ക് എന്ത് എഴുതണം? 1/sin a, 1/sin a മൈനസ് sin a ഇൻറ്റു സീക്ക് എക്ക് എന്ത് കൊടുക്കണം? 1/cos a മൈനസ് cos a. ഓക്കെ, ഞാൻ ഈ കൊസീക്ക് എക്ക് 1/sin a കൊടുത്തു, മൈനസ് sin a. സീക്ക് എക്ക് 1/cos a കൊടുത്തു, മൈനസ് cos a. ഇവിടെ നോക്കും, ഒരു ഫ്രാക്ഷനും ഒരു നമ്പറും അല്ലെ, അതായത് a/b മൈനസ് c എന്ന ഫോർമാറ്റിലാണ് ഇതിരിക്കുന്നത്. a/b മൈനസ് c എന്ന ഫോർമാറ്റിൽ, അതായത് ഒരു ഫ്രാക്ഷനും ഒരു നമ്പറും. ഇത് തമ്മിൽ സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്ററും b ആവണം, ഈ b ഇതിന്റെ ഡിനോമിനേറ്റർ ആവണം. അതിന് എന്ത് ചെയ്താൽ മതി? ഈ ഡിനോമിനേറ്റർ ഉണ്ട്, ഈ ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് a മൈനസ് ഈ ന്യൂമറേറ്ററിനെ സി എ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഹോൾ ഡിവൈഡഡ് ബൈ ബി എന്ന് ഡിനോമിനേറ്റർ എഴുതാൻ പറ്റും. അതായത് ഈ ഫ്രാക്ഷനെയും ഈ നമ്പറിനെയും തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്താൽ നമുക്ക് ടോട്ടൽ ഡിവൈഡഡ് ബൈ ബി എന്ന് ഇത് എഴുതി മുകളിൽ രണ്ടുപേരെയും തമ്മിൽ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതേ ഫോർമാറ്റ് നമുക്ക് ഇതിനെ ചെയ്യാം. ഇതും എന്താണ്? a/b മൈനസ് c എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? a എന്ന് പറയുന്നത് ആരാണ്? 1 മൈനസ് c ഇൻറ്റു b. c എന്ന് പറയുന്നത് ഇവിടെയുള്ള വാല്യൂ, ഇവിടെയുള്ള വാല്യൂ എന്താണ്? സൈൻ a ആണ്. ഇത് സിയുടെ സ്ഥാനത്ത് സൈൻ a ആണ്. പിന്നെ എന്താണ്? ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? ഡിനോമിനേറ്റർ അല്ലെ, ഈ സൈൻ a ആണ് ഡിനോമിനേറ്റർ. അപ്പൊ സൈൻ a. അപ്പൊ അത് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ ബി. ഇവിടെ ഡിനോമിനേറ്റർ എന്തുണ്ടോ അത് എഴുതുക. അപ്പൊ ഇവിടുത്തെ ഡിനോമിനേറ്റർ ആരാണ്? സൈൻ a. അപ്പൊ സൈൻ a. ഓക്കെ, അത് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ എന്താണ്? ഒരു ഫ്രാക്ഷൻ മൈനസ് ഒരു വാല്യൂ അല്ലെ, ഇതേ ഫോർമാറ്റ് ഇരിക്കണം. അപ്പൊ എന്ത് എഴുതണം? a എഴുതണം. a എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ 1 ആണ്. മൈനസ് സി ഇൻറ്റു ബി. സി എന്ന് പറയുന്നത് ആരാണ്? കോസ് എ ഇൻറ്റു ബി. ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? കോസ് എ എന്നാണ്. ഡിവൈഡഡ് ബൈ എന്താണ്? ബി എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? കോസ് എ. ഓക്കെ, അപ്പൊ അത് രണ്ടും ചെയ്തു. അപ്പൊ സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ട സ്റ്റെപ്പ് ചെയ്തു, അതായത് ഒരു ഫ്രാക്ഷനും ഒരു നമ്പറും തമ്മിലുള്ള സബ്ട്രാക്ഷൻ ചെയ്തു. ഇനി എന്ത് എഴുതണം? 1 മൈനസ്
സൈൻ എ ഇൻറ്റു സൈൻ എ അല്ലെ, എ ഇൻറ്റു എ എന്താണ്, എ ഇൻറ്റു എ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അപ്പൊ സൈൻ എ ഇൻറ്റു സൈൻ എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ എ. ഓക്കെ, സൈൻ എ ഇൻറ്റു സൈൻ എ സൈൻ സ്ക്വയർ എ എന്ന് എഴുതി. ഇൻറ്റു അടുത്ത എന്താണ് 1 മൈനസ് ഇവിടെ എന്താണ് കോസ് എ ഇൻറ്റു കോസ് എ, അതായത് എ ഇൻറ്റു എ സി എ സ്ക്വയർ. അപ്പൊ കോസ് എ ഇൻറ്റു കോസ് എ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എ. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്വേഷൻ, നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, എന്താണ് ഐഡന്റിറ്റി സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 ആണ്. സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എയും ആഡ് ചെയ്താൽ 1 ആണ് കിട്ടുന്നത്. അതിൽ നിന്നും നമുക്ക് സൈൻ സ്ക്വയർ എ കണ്ടുപിടിക്കാം. സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്, ഈ 1 ഈക്വൽ ടു ഇപ്പുറത്ത് എന്തുണ്ട് 1 ഉണ്ട്, 1 ഈ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും മൈനസ് കോസ് സ്ക്വയർ എ ആവും, മൈനസ് കോസ് സ്ക്വയർ എ ആയി മാറും. അപ്പൊ സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 1 മൈനസ് കോസ് സ്ക്വയർ എ. ഇനി നമുക്ക് കോസ് സ്ക്വയർ എ ആണ് കിട്ടേണ്ടതെങ്കിൽ കോസ് സ്ക്വയർ എ ഈക്വൽ ടു കോസ് സ്ക്വയർ എഴുതുക, ഈക്വൽ ടു ഇപ്പുറത്ത് എന്തുണ്ട് 1 ഉണ്ട്, പിന്നെ ഈ സൈൻ സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ എ. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എ ആണ് കോസ് സ്ക്വയർ എ, 1 മൈനസ് കോസ് സ്ക്വയർ എ ആണ് സൈൻ സ്ക്വയർ എ. ഇവിടെ എന്തുണ്ട് 1 മൈനസ് സൈൻ സ്ക്വയർ എ ഉണ്ട് അല്ലെ. 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്, 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ് കോസ് സ്ക്വയർ എ. 1 മൈനസ് സൈൻ സ്ക്വയർ എ വന്നിട്ട് കോസ് സ്ക്വയർ എ. അപ്പൊ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കോസ് സ്ക്വയർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു ഈ ബ്രാക്കറ്റിന് പകരം ഇൻറ്റു കൊടുക്കുക. ഇതെന്ന് വെച്ചാൽ എന്താണ് മീനിങ്, ഇൻറ്റു ആണ്, ഇതും ഇൻറ്റു ചെയ്യണം. ഇനി 1 മൈനസ് കോസ് സ്ക്വയർ എ, 1 മൈനസ് കോസ് സ്ക്വയർ, 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് സൈൻ സ്ക്വയർ എ. അപ്പൊ 1 മൈനസ് കോസ് സ്ക്വയർക്ക് എന്ത് കൊടുക്കാം, സൈൻ സ്ക്വയർ എന്ന് കൊടുക്കാം ഡിവൈഡഡ് ബൈ കോസ് എ. അപ്പൊ ഇവിടെ എന്തുണ്ട് 2 കോസ് എ ഉണ്ട് അല്ലെ, കോസ് എ ഇൻറ്റു കോസ് എ ആണ് കോസ് സ്ക്വയർ എ. അപ്പൊ ഇതിൽ 2 കോസ് എ ഉണ്ട്. സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ എ ഇൻറ്റു സൈൻ എ ആണ്, അപ്പൊ 2 സൈൻ എ ഉണ്ട്. അപ്പൊ മുകളിലുള്ള 2 കോസ് എയിൽ നിന്നും താഴെയുള്ള ഒരു കോസ് എ കട്ടായി പോകും അല്ലെ. അതായത് ഇവിടെ നിന്ന് ഒരു കോസ് എയും ഈ താഴെയുള്ള ഒരു കോസ് എയും കട്ടാവുമ്പോൾ ഇനി ഇവിടെ ആരേ ഉള്ളൂ, കോസ് എ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ 2 സൈൻ എ ഉണ്ട് അല്ലെ, സൈൻ എ ഇൻറ്റു സൈൻ എ ആണ് സൈൻ സ്ക്വയർ എ. അപ്പൊ അതിൽ നിന്ന് ഒരു സൈൻ എയും താഴെയുള്ള ഈ ഒരു സൈൻ എയും തമ്മിൽ കട്ടാവും. അപ്പൊ ഇവിടെ നിന്ന് ഒരു സൈന് ഈ ഒരു സൈനയും കട്ടായി പോകുമ്പോൾ ഇവിടെ മുകളിൽ ആരേ ഉള്ളൂ, ഒരു സൈനയും ഉണ്ട് അല്ലെ, സൈൻ എ. ഓക്കെ, അപ്പൊ കോസ് സ്ക്വയർ എന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ട്, അതിൽ നിന്ന് ഒരു കോസ് എയും താഴെയുള്ള കോസ് എയും കട്ടാവും, കോസ് എ കിട്ടും. സൈൻ സ്ക്വയർ എന്ന് വെച്ചാൽ 2 സൈൻ സ്ക്വയർ എ ഉണ്ട്, സൈൻ എ ഇൻറ്റു സൈൻ എ ആണ്, അതിൽ നിന്ന് ഒരു സൈൻ എയും താഴെയുള്ള സൈനയും കട്ടായി പോകുമ്പോൾ ഒരു സൈന് മുകളിലുള്ള ഒരു സൈന് ഇവിടെ വരും. അപ്പൊ കോസ് എ ഇൻറ്റു സൈൻ എ ആണ് ഇതിന്റെ സൊല്യൂഷൻ. ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ഇതിനെ ചെയ്യാം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എന്തുണ്ട് ടാൻ എ ഉണ്ട് അല്ലെ, ടാൻ എ എന്ന് പറയുന്നത് എന്താണ്, സൈൻ എ ബൈ കോസ് എ ആണ് ടാൻ എ എന്ന് പറയുന്നത്. ടാൻ എയുടെ വാല്യൂ സൈൻ എ ബൈ കോസ് എ. കോട്ട് എ എന്ന് പറയുന്നത് ടാൻ എയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കോട്ട് എ. കോട്ട് എ എന്ന് പറയുന്നത് ടാനിന്റെ ഓപ്പോസിറ്റ്. ടാൻ വന്നിട്ട് സൈൻ എ ബൈ കോസ് എ ആണെങ്കിൽ തിരിച്ചിട്ട് കോട്ട് എ കിട്ടും. അപ്പൊ കോസ് എ ബൈ സൈൻ എ ആണ് കോട്ട് എ. ഓക്കെ, അപ്പൊ ഈ 2 വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ എയുടെ വാല്യൂ എന്താണ്, സൈൻ എ ബൈ കോസ് എ. അപ്പൊ 1 ഡിവൈഡഡ് ബൈ ടാൻ എന്താണ്, സൈൻ എ ബൈ കോസ് എ പ്ലസ് കോട്ട് എ. കോട്ട് എന്ന് പറയുന്നത് കോസ് എ ബൈ സൈൻ എ, കോസ് എ ബൈ സൈൻ എ. ഓക്കെ, നെക്സ്റ്റ് 1 ബൈ ഇവിടെ എന്താണ് ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലെ, ഡിനോമിനേറ്റർ കോസ് എയും സൈൻ എ ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, സം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്ററിനെ സെയിം ആക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്, ക്രോസ് മൾട്ടിപ്ലൈ അല്ലെ, ഈ ഡിനോമിനേറ്റർ ഉണ്ട്, ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഇൻറ്റു ചെയ്യണം. അതുപോലെ ഈ ഡിനോമിനേറ്റർ ഉണ്ട്, ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിനോമിനേറ്റർ ഉണ്ട്, ഇതിനെയും ഇൻറ്റു ചെയ്യാം. അപ്പൊ സൈൻ എ ഇൻറ്റു ഈ കോസ് എ ഇൻറ്റു, അതായത് ഈ ഡിനോമിനേറ്റർ ഉണ്ട്, ഞാൻ ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പൊ ഈ ഡിനോമിനേറ്റർ ഉണ്ട്, ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ സൈൻ എ ഇൻറ്റു സൈൻ എ എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ
ഇതുകൊണ്ട് ഇനി ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ കോസ് എ ഇൻറ്റു സൈൻ എന്ന് കിട്ടും. പ്ലസ് ഇനി എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെയും ഇതിനെയും ഇൻറ്റു ചെയ്യണം. അപ്പം ഇത് രണ്ടും നമുക്ക് എഴുതാം, കോസ് എ ബൈ സൈൻ എ ഇൻറ്റു, ഇനി എന്ത് ചെയ്യണം, ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പം ഇതിൻ്റെ വാല്യൂ എന്താണ്, കോസ് എ. ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെയും കോസ് എ. ഓക്കെ, ഇപ്പം നോക്കൂ, ഡിനോമിനേറ്റർ കോസ് എ ഇൻറ്റു സൈന്, കോസ് എ ഇൻറ്റു സൈൻ എന്ന് പറഞ്ഞ് ഡിനോമിനേറ്റർ സെയിം ആയി. ഇത് നമുക്ക് എഴുതാം 1 ബൈ സൈൻ ഇൻറ്റു സൈൻ എന്താണ്, സൈൻ സ്ക്വയർ എ, പിന്നെ എന്തുണ്ട്, പ്ലസ് ഉണ്ട്, പിന്നെ കോസ് ഇൻറ്റു കോസ് എന്താണ്, കോസ് സ്ക്വയർ എ, ദ ഹോൾ ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്റർ സെയിം ആയ ഒറ്റ ഡിവൈഡ് എഴുതിയാൽ മതി. അപ്പോൾ എന്താണ്, കോസ് എ ഇൻറ്റു സൈൻ എ, അതായത് സൈൻ എ ഇൻറ്റു കോസ് എ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. അപ്പം ഞാനിത് ആദ്യം എന്താണുള്ളത്, 1, പിന്നെ ഇതെന്താണ്, ഡിവൈഡ്, 1 ഡിവൈഡ് ഈ ഒരു സെക്ഷൻ അല്ലേ. ഈ ഒരു സെക്ഷനിൽ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ നമ്മളിവിടെ പഠിച്ചു. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ് ആൻസർ, 1 ആണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായി, 1 ആയി. പിന്നെ എന്തുണ്ട്, ഡിവിഷൻ ഉണ്ട്, പിന്നെ എന്തുണ്ട്, സൈൻ എ കോസ് എ ഉണ്ട്, സൈൻ എ കോസ് എ. ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം, ഈ 1 എടുത്ത് എഴുതി, ഇതിൻ്റെ സിമ്പിൾ എന്താണ്, ഡിവിഷൻ എഴുതി, പിന്നെ എന്തുണ്ട്, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയറുടെ വാല്യൂ 1 ആണ്, അത് എഴുതി, ഡിവൈഡ് എഴുതി, പിന്നെ എന്തുണ്ട്, സൈൻ എ ഇൻറ്റു കോസ് എ, അതും എടുത്ത് എഴുതി. അപ്പോൾ നമ്മൾ ഒരു നമ്പറിനെ ഡിവൈഡഡ് ഓഫ് ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണമെങ്കിൽ ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്താൽ മതി. അതായത് ഈ നമ്പറിന് ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താവും, എ ബൈ ബി, ബി ബൈ എ എന്നാവും. അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും. ഈ ഡിവിഷൻ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. എന്നിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. അപ്പം ഒരു നമ്പർ ഡിവൈഡ് ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ ഇവിടെയും അതേ മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു നമ്പർ, പിന്നെന്താണ്, ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. ഈ എ ബൈ ബി എന്നുള്ളത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ബി ബൈ എ എന്നാവും. അപ്പൊ ഈ എ ബൈ ബി എന്ന് പറയുന്നത് തിരിച്ചിടണം. അതായത് ഈ ഡിനോമിനേറ്റർ മുകളിൽ വരും, സൈൻ എ ഇൻറ്റു കോസ് എ, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയി, ഡിവൈഡ്, ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവുക. ഓക്കെ, അപ്പോൾ എന്താവും, 1 ഇൻറ്റു സൈൻ എ ഇൻറ്റു കോസ് എ എന്താവും, സൈൻ എ ഇൻറ്റു കോസ് എ ആവും, ഡിവൈഡഡ് ബൈ 1. ഏതൊരു വാല്യൂവിനെയും നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്, ആ വാല്യൂ തന്നെ. ഏതൊരു വാല്യൂവിനെ നമ്മൾ 1 കൊണ്ട് ഇൻറ്റു ചെയ്താലും എന്ത് തന്നെയാണ്, ആ വാല്യൂ തന്നെ. അപ്പോൾ ആൻസർ എന്താണ്, ഏന്ന് കിട്ടും പോലെ ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്തിട്ട് ഇത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് തന്നെയാണ് കിട്ടുന്നത്, സൈൻ എ കോസ് എ എന്ന് തന്നെ കിട്ടും. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ, LHSനെ സിംപ്ലിഫൈ ചെയ്തപ്പോഴും സൈൻ എ ഇൻറ്റു കോസ് എ എന്ന് തന്നെ കിട്ടി. ഈ RHSനെ ഡിവൈഡ് സിംപ്ലിഫൈ ചെയ്തപ്പോഴും സൈൻ എ ഇൻറ്റു കോസ് എന്ന് കിട്ടി. അപ്പം ഈ LHS ഈക്വൽ ടു RHS എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതെടുത്ത് എഴുതാം. Therefore LHS ഈക്വൽ ടു RHS, hence proved. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുക, അതിനെ സെപ്പറേറ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുക, രണ്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട കൊസീക്കയുടെ വാല്യൂ 1 ബൈ സൈൻ എ, സിക്കയുടെ വാല്യൂ 1 ബൈ കോസ് എ, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. അതിൽ നിന്ന് രണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക. സൈൻ സ്ക്വയർ എ കണ്ടുപിടിക്കണമെങ്കിൽ കോസ് സ്ക്വയർ എ മൈനസ് ആവും, 1 മൈനസ് കോസ് സ്ക്വയർ എ ആവും. ഇനി കോസ് സ്ക്വയർ എ ആണ് അറിയേണ്ടെങ്കിൽ സൈൻ സ്ക്വയർ എ മൈനസ് ആവും, 1 മൈനസ് സൈൻ സ്ക്വയർ എ ആവും. പിന്നെ ടാൻ എ, ഇവിടെ നമുക്ക് എന്തുണ്ട്, ടാൻ എയും കോട്ട് എയും ഉണ്ട്. അപ്പൊ ടാനിന്റെ വാല്യൂ സൈൻ എ ബൈ കോസ് എ, കോട്ടിന്റെ വാല്യൂ കോസ് എ ബൈ സൈൻ എ. അപ്പം ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.